ഹായ്, ഞാൻ സുബിൻ. ഇൻകം ടാക്സ് റിട്ടേൺ എല്ലാവരും ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുന്ന സമയമാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ റീഫണ്ട് ഡിലേ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻകം ടാക്സ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ദെൻ അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പഴയ വെബ്സൈറ്റിൽ നിന്നും പുതിയ വെബ്സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചില സർവീസസ് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്നും അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രൊഫൈൽ കമ്പൽസറിലി അപ്ഡേറ്റ് ചെയ്യുക. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാനായിട്ട് പ്രസന്റ്ലി 3 ഫോംസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ITR 1, ITR 2, ITR 4. ബാക്കി ഫോമുകളെല്ലാം ഓഫ്ലൈൻ യൂട്ടിലിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോമാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ കറക്റ്റ് ഫോം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫോം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് ഫോം ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്നതിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ITR 1 അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പെൻഷനർ ആണ്, നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ITR 1 സെലക്ട് ചെയ്യാം. ഇനി ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഇൻകം വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഷെയർ ട്രേഡിംഗ് ഉണ്ട്, ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ഷെയർ ട്രേഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വിറ്റിട്ടുണ്ട്, ഭൂമി വിറ്റിട്ടുണ്ട്, അതിൽ നിന്നുള്ള ലാഭമുണ്ട്, നിങ്ങൾ ഗോൾഡ് വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോം ITR 2 ആണ്. അതല്ല, ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ NRI ആണെങ്കിൽ, ഉദാഹരണത്തിന് NRI ആയിട്ടുള്ള ഒരാളുടെ NRO അക്കൗണ്ടിൽ നിന്നും TDS പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവാസി ചിട്ടി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് TDS പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ റീഫണ്ട് ലഭിക്കാനായിട്ട് ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹം ITR 2 എന്നുള്ള ഒരു ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ITR 1 NRIസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം അല്ല. അപ്പോൾ ITR 2 വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്, ഷെയർ ട്രേഡിംഗ് ആണ്, ലോങ് ടൈം ഷോർട്ട് ടൈം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ NRI ആണ്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ITR 2 എന്നുള്ള ഫോമാണ്. അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഫോം എന്ന് പറയുന്നത് ITR 4 ആണ്. നിങ്ങൾ പ്രൊഫഷണൽസ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് ITR 4. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരാണ്, നിങ്ങളുടെ ടേൺ ഓവറിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് നിങ്ങൾ ഇൻകം ആയിട്ട് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോം ITR 4 ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ 1 crore ആണ് നിങ്ങളുടെ ടേൺ ഓവർ, നിങ്ങൾക്ക് ബാങ്കിലൂടെയാണ് എല്ലാ സെയിൽസ് പ്രൊസീഡ്സും ലഭിക്കുന്നതെങ്കിൽ 6% കാണിച്ച് പ്രിസെപ്റ്റീവ് ബേസിലാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ITR ഫോം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോമാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ 50% ഇൻകം നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് 20 lakhs ആണ് നിങ്ങൾക്ക് ഒരു വർഷം ലഭിച്ചിരിക്കുന്നത്, 10 lakhs rupees നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്ന ഫോമാണ് ITR 4. അപ്പൊ ITR 1, ITR 2, ITR 4 ഈ ഫോമുകൾ മാത്രമാണ് ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഫോം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ലെഫ്റ്റ് സൈഡിൽ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ അതിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റഡ് ആണോ എന്ന് കൺഫേം ചെയ്യുക. അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡിക്ക് അഗേൻസ്റ്റ് നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് കാണാനായിട്ട് സാധിക്കും. അത് വാലിഡേറ്റഡ് ആണ് എന്ന് അവിടെ കാണിച്ചിരിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്താൽ 2 ഗുണങ്ങളുള്ളത്. ഒന്ന്, വാലിഡേറ്റ് ചെയ്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയുള്ളൂ. മറ്റൊന്നുള്ളത്, വാലിഡേറ്റ് ചെയ്തൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾക്ക് ഒരു EVC ജനറേറ്റ് ചെയ്തുകൊണ്ട്, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് സൈൻ ചെയ്ത് ബാംഗ്ലൂർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വളരെ പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ എല്ലാ ഇൻകവും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നിങ്ങളുടെ ഏതൊക്കെ ഇൻകത്തിനെ കുറിച്ചാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയാവുന്നത് എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ 26 നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 26 വന്നിട്ടുള്ള എല്ലാ ഇൻകവും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവും. നിങ്ങൾ ഓൺലൈനായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങളുടെ 26 നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും ടാൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഡക്ടറുടെ പേര് മാത്രമായിരിക്കും അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ റോ ടിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും 26 ആയിട്ട് നിങ്ങളുടെ ഇൻകം മാച്ചിങ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. 26 റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ എല്ലാ ഇൻകവും, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ വരുമാനമുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കുന്നുണ്ട്, 26 ഒരു പക്ഷേ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, എങ്കിൽ പോലും നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം കഴിഞ്ഞ 1-2 ഫിനാൻഷ്യൽ ഇയറുകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇൻട്രസ്റ്റ് ഇൻകം 26 വരാത്ത ഇൻട്രസ്റ്റ് ഇൻകം പോലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുകയുണ്ടായി. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പല ഇൻഫർമേഷൻസും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ 26 മാത്രമല്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇൻകവും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലർക്കും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം. പലരും ഇത്തരം പലിശ വരുമാനങ്ങളൊന്നും ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാറില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരം വരുമാനങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കുക. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ സക്സസ്ഫുള്ളി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ ആധാർ OTP ജനറേറ്റ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ബാങ്ക് പ്രീ വാലിഡേറ്റഡ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും നമുക്കൊരു EVC ജനറേറ്റ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഇൻകം ടാക്സ് റിട്ടേണിന്റെ ലോഗിൻ ചെയ്തതിന് ശേഷം പലർക്കും വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് പ്രസന്റ്ലി ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഉള്ളത്, നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ താഴെ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ വെരിഫൈ, നിങ്ങൾ ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലോഗിനിൽ വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ലോഗിന് മുൻപുള്ള വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.